ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ SSC CPO SI പോസ്റ്റിനൽ എക്സാം എല്ലാവരും കഴിഞ്ഞ ഡിസംബറിൽ നടന്ന എക്സാം 9 സ്റ്റാർട്ട് ചെയ്ത് CPOയുടെ SSC CPO എക്സാമിന്റെ ആൻസർ കീ പുറത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്താണ് ഈ ഫോഴ്സിലേക്കൊക്കെ യൂണിഫോം പോസ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർ നോക്കിയിരുന്ന എക്സാം ആണ്. അപ്പോൾ അതിന്റെ ആൻസർ കീ അധികം താമസിയാതെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് SSC ചെയ്യുന്നത് പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ എക്സാം എഴുതി ഒരു മാസം പോലും കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ആൻസർ കീ റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് പേരെങ്കിലും ചെക്ക് ചെയ്ത് കാണും. അപ്പം നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ചലഞ്ചിങ്ങും ഈ ഒരു സമയത്ത് തന്നെ റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ SSC CPO SI പോസ്റ്റിന്റെ ആൻസർ കീ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് ചെക്ക് ചെയ്യുക. അല്ലെ, യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളവരുടെ സ്വപ്ന ജോലിയാണ് SSC CPO SI പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ CPOയുടെ ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൻസർ കീ ഈ എക്സാം എന്നായിരുന്നു? ഡിസംബർ 9 മുതൽ 12 വരെ നടന്ന എക്സാം ആണ്. 9 മുതൽ 12 വരെ നടന്ന നമ്മുടെ CPOയുടെ എക്സാമിന്റെ ആൻസർ കീ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ആൻസർ കീ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മറക്കണ്ട, SSCയുടെ പുതിയ സൈറ്റ് പഴയ NIC അല്ല, പുതിയ സൈറ്റ് ssc.gov.in ആണ് SSCയുടെ പുതിയ സൈറ്റ്. അപ്പോൾ സൈറ്റ് മാറി കയറരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ SSCയുടെ സൈറ്റിൽ കയറി നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന അതേ ഓർഡറിലായിരിക്കില്ല നിങ്ങളുടെ ആൻസർ കീ വന്നിട്ടുണ്ടാവുക. കാരണം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എല്ലാവർക്കും ഷഫിൾ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരാൾക്ക് കിട്ടുന്ന അതേ ഓർഡറിലല്ല മറ്റൊരാൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ആൻസർ കീ എല്ലാവർക്കും ഒരേ ഓർഡറിൽ തന്നെ ആയതുകൊണ്ട് സെയിം പോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെയാണ്. സോ നിങ്ങൾ എക്സാം എഴുതിയ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ആൻസർ കീ വരുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്ത് പോവുക. ആൻഡ് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചലഞ്ച് റേസ് ചെയ്യാനായിട്ട് മറ്റെങ്ങും പോകേണ്ട. ഇപ്രാവശ്യം വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ആ ചലഞ്ചിങ് ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യാൻ ഉള്ളവർ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാൻ, ഒരു ക്വസ്റ്റ്യന് 50 രൂപ നിരക്കിലാണ് SSC ചലഞ്ചിങ് റേറ്റ് ആയിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ 50 രൂപയാണ് ചലഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഓരോ ക്വസ്റ്റിലും തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇറങ്ങും പോവണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എടുത്ത് ഇതിന് മുൻപാണെന്നുണ്ടെങ്കിൽ സൈഡിലാണ് ഈ 1, 2, 3 ഓപ്ഷൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മുടെ ആൻസർ ഇവിടെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെയാണ്. ഇപ്പോൾ 1, 2, 3 ഒക്കെ ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റിലും തന്നെ കാണാം നമ്മൾ അറ്റൻഡ് ചെയ്ത ഓപ്ഷൻ ഏതാണ്, ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, തെറ്റിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചലഞ്ച് ചെയ്യുന്നത് ഡയറക്റ്റ് ആ പേജിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് അടച്ച് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ആൻസർ കീ പുറത്തു വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മിക്കപ്പോഴും എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ്, വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ ജോലി അവിടെ ഇട്ടേക്കും, അല്ലെ? പിന്നെ നോക്കാം, പിന്നെ ചെക്ക് ചെയ്യാം. 2 ദിവസമേ നമുക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം കയറി നോക്കാൻ പറ്റില്ല. സോ പിന്നീട് ഇനി CPOയുടെ മാർക്ക് നോക്കാൻ വല്ല വഴിയുണ്ടോന്ന് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനും ഇല്ല. സോ എല്ലാവരും ഉടനെ തന്നെ നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്ത് കൊള്ളുക. ഇനി ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ടൈം പീരീഡ് SSC പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം 24 നൈറ്റ് ആയിട്ടാണ് ഈ ഒരു ആൻസർ കീ പുറത്ത് വന്നത്. അപ്പോൾ കഴിഞ്ഞ ആ സമയം മുതൽ കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 24 6 മണി മുതൽ ഡിസംബർ 27 വരെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുള്ള ടൈം SSC കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടെൻറ്റേറ്റീവ് ആൻസർ കീയുടെ ചലഞ്ചിങ് സബ്മിറ്റ്, ഓൺലൈനായിട്ട് ചലഞ്ചിങ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ഡിസംബർ 24 മുതൽ ഡിസംബർ 27 വരെ. അതായത് നാളെയും കൂടിയേ ഉള്ളൂ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ എന്ന് വരെയാണ്? 6 മണി വരെയാണ്. വൈകിട്ട് 6 മണി വരെ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 50 രൂപ, ഓരോ ക്വസ്റ്റിന് 50 രൂപ നിരക്കിലാണ് ചലഞ്ചിങ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. സോ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസും ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ആൻസർ കീയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നാളെ വൈകിട്ട് 6 മണിക്ക് മുൻപ് തന്നെ നിങ്ങൾ ചലഞ്ച് ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ്, ഒരുപാടൊന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ SSCയുടെ സൈറ്റിൽ കയറിയിട്ട് ആൻസർ കീ ചലഞ്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഡയറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൽ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്, റെഡ് മിസ്റ്റേക്ക് ആണ്, യെല്ലോ കളർ മാർക്ക് ചെയ്തേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരിക. ഓരോ പാർട്ടിലും ഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് ചലഞ്ച് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ആൻസർ കീ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇൻ കേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റിന് 50 rupees എന്ന നിരക്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് അതിനുശേഷം പേയ്മെന്റ് അടച്ചെങ്കിൽ മാത്രമേ ആ ഒരു 50 rupees പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ആ ചലഞ്ചിങ് ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും പോയിട്ട് നിങ്ങൾക്ക് ഒന്നിന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതോടൊപ്പം തന്നെ SSC ഈ ഒരു CPOയുടെ ആൻസർ കീയുടെ ഒപ്പം തന്നെ SSC GDയുടെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. വേറൊന്നും അല്ല, SSC GD അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31. പൊതുവേ ഒരു എക്സാം ചിലപ്പോൾ ഒരാഴ്ച കൂടിയിട്ട് അറ്റൻഡ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും അത് എക്സ്റ്റൻഷൻ ഇല്ല, December 31 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇനി ലാസ്റ്റ് ഡേറ്റ് വരെ പോകണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സാണ് നിങ്ങളുടെ സ്വപ്നം, കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ജോലി വേണ്ടത്. ഓൾറെഡി ഇപ്പോൾ ഒരു CPOയുടെ എക്സാം കഴിഞ്ഞു, കുറച്ച് പേർക്കെങ്കിലും എളുപ്പമായിരിക്കും, കുറച്ച് പേർക്ക് ടഫ് ആയിരിക്കും. ഇനി നോർമലൈസേഷൻ ഉണ്ട്, നിങ്ങൾ റോ മാർക്സ് നോക്കിക്കാണും, നോക്കിയിട്ടുള്ളവർ ടെൻഷൻ ആവണ്ട. അപ്പോൾ ഷിഫ്റ്റിനനുസരിച്ചുള്ള നോർമലൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അതിനുശേഷം ആ ഒരു എക്സാം ഫ്ലോപ്പ് ആയി പോയി, അപ്പോൾ അടുത്ത എക്സാമിന് അടുത്ത ഉടനെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അടുത്ത കോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് SSC GD വിളിച്ചിട്ടുണ്ട്. അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, December 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. SSC വീണ്ടും അത് ആയിട്ട് വീണ്ടും ഇൻഫോം ചെയ്യുന്നുണ്ട്, 31 ശേഷം എക്സ്റ്റെൻഡ് ചെയ്യില്ല, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളത് അപ്ലൈ ചെയ്യുക. December 31 SSC GDയുടെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ AZP അക്കാഡമിയോടൊപ്പം തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ SSC GDക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. റെക്കോർഡഡ് മാത്രമല്ല, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റിലെ ഒരു എക്സാമും മോക്ക് ടെസ്റ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകില്ല. സോ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം ഓറിയന്റഡ്, എക്സാം പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങി എക്സാം വരെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ മറക്കണ്ട, നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 31 ആണ്. സോ അപ്ലൈ ചെയ്യുക. എനിവേ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്